പിന്നെ ഒന്ന് പറയാനുള്ളത്, ഈ ചാനൽ കാലാണല്ലോ ഇപ്പോൾ. സമസ്ത ലീഗ് അനുകൂലികൾ, ലീഗ് വിരോധികൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രഖ്യാപനം ഉണ്ട് അവർക്ക്. എല്ലാത്തും തൊട്ടാ പറയും, അതിന്റെ മുന്നിന്റെ പേരുണ്ടാവും. അങ്ങനെ ഒന്നില്ല. സമസ്തക്ക് പറയാൻ വിഷയങ്ങൾ വേറെ തന്നെ ഒരുപാടുണ്ടല്ലോ. പിന്നെ ലീഗിനെ അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ പോകേണ്ട ആവശ്യമില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ജനങ്ങളോട് പറയാൻ പറ്റിയ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അത് പറയുക, ജനങ്ങൾ ഉപദേശിക്കുക, ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരെയും ഒന്നായി കാണാൻ പറ്റിയ ഹൃദയങ്ങൾ ജനങ്ങളിൽ സൃഷ്ടിക്കുക. ഇത്തരം പ്രവൃത്തികളാണ് സമസ്തക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഇതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ആ സൗഹാർദ്ദം പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ സ്റ്റേജിൽ രാഷ്ട്രീയക്കാരെല്ലാവരും ഉണ്ട്. നമ്മുടെ മേഖലയിലൊക്കെ തന്നെ അങ്ങനെയാണ്. രാജ്യം ഭരിക്കുന്നവർ ആരായിരുന്നാലും അവരോട് നമ്മൾക്ക് ബന്ധപ്പെടേണ്ടി വരും. വേണ്ടേ? ബന്ധപ്പെടണം. അത് ഇപ്പം നമ്മളെ കേരളത്തെ സംബന്ധിച്ചോളം ഇടതുപക്ഷം ഭരിക്കുകയാണെങ്കിൽ അവിടുന്ന് അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർ പ്രതിഷേധിക്കേണ്ട കാര്യങ്ങൾ, അതിനും അവർ ബന്ധപ്പെടണമല്ലോ. അനുകൂലിക്കേണ്ട കാര്യങ്ങളും ബന്ധപ്പെടണം. അത് ആര് മാറി വന്നാലും ശരി, ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ആ കാര്യത്തിൽ വളരെ നീതിനിഷ്ഠമായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പം ഭരിക്കുന്ന ഇടതുപക്ഷമാണെങ്കിൽ ഇടതുപക്ഷത്തിനോട് കാര്യങ്ങൾ പറയാറുണ്ട്, വലതുപക്ഷമാണെങ്കിൽ അതിനോട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇടതുപക്ഷത്തോട് പറയുന്നത് വലതുപക്ഷത്തിന് പറ്റാതാവുന്ന നമ്മൾ കുറ്റക്കാരല്ലല്ലോ. തങ്ങൾ അങ്ങനെ വല്ലാതെ പറഞ്ഞാലെന്നാണ് വിഷയം ഒന്ന്. ഇനി വലതുപക്ഷ ഭരണത്തിൽ വരികയാണെങ്കിൽ അവിടെയും തങ്ങൾ ഇടപെട്ട് പറയും. ആ കൂട്ടത്തിൽ തങ്ങളെ പിന്നിൽ മറുപൈസ ഉണ്ടാവും, അതേത് ഭാഗത്താണെങ്കിലും. അത്രയേ ഉള്ളൂ. ഇതിനെ ചാനലുകാർ കടന്നിട്ട് പിന്നെ എന്താ പറയുക, അപ്പോൾ പറയാൻ വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ലീഗ് വിരോധം, ലീഗ് അനുകൂലം. എന്തെന്ത് ലീഗ് മാത്രമല്ല, യു ഡി എഫിൽ എൻ്റെ വളരെ സ്നേഹിതനാണ് സദ്ദീഖ്, നിങ്ങൾ MLA. അങ്ങനെ എല്ലാവരുമായിട്ട് ബന്ധമാണ്. അതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ പറയുന്ന വിഷയങ്ങൾ നമ്മുടെ ന്യൂനപക്ഷത്തിന്, മുസ്ലിങ്ങൾക്കൊക്കെ വേണ്ട. ഇപ്പൊ നമ്മളെ മദ്രസ സമയം മാറ്റും ഒരു വിഷയം വന്നിരുന്നു. അത് ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് സമയം മാറ്റാൻ ശ്രമം നടന്നിരുന്നു. ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്, പ്രതിഷേധിച്ചു, അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചു. അതുപോലെ പല കാര്യങ്ങൾ വരുമ്പോൾ അനുകൂലിക്കേണ്ടതിന് അനുകൂലിക്കും, പ്രതികൂലിക്കേണ്ടതിന് പ്രതികൂലിക്കും എന്നല്ലാതെ ഒരു രാഷ്ട്രീയവും സമസ്തക്കില്ല. സമസ്ത പലപ്പോഴും തുറന്നു പറഞ്ഞ സംഗതിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് വെറുതെ സമസ്തയുടെ മേൽ കുതിര കയറിയത്. അതിന് നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന, നേരത്തെ സലാം ബാക്കി ഇവിടെ പറഞ്ഞതുപോലെ, നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പോലും ചിലരാണെങ്കിലും അവർ വഴി തെറ്റിക്കൊണ്ട് പോകുന്നുള്ളതാണ്. അതൊക്കെ മാറ്റി എല്ലാ നിലക്കും രാഷ്ട്രീയക്കാരും മറ്റു മതങ്ങളും ഒക്കെ വ്യത്യസ്തമായാലും അവരോടൊക്കെ ഒരുമിച്ച് കഴിയണം എന്ന സന്ദേശമാണ്, ഒരുപോലെ പെരുമാറണമെന്ന സന്ദേശമാണ് സമസ്ത കൊടുക്കാനുള്ളത്. അത് ആവർത്തിച്ച് പറയുകയാണ്. അത് നിങ്ങൾക്ക് ഈ സന്ദേശയാത്രയിൽ തന്നെ, തങ്ങളുടെ സന്ദേശയാത്രയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആരെയും അകറ്റി നിർത്താതെ എല്ലാവരെയും അകന്നു പോയവരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടുണ്ട്. കുറേയൊക്കെ അകന്നു പോയവരൊക്കെ അടുപ്പിച്ചു. ഈ യാത്രയിൽ എല്ലാവരും അടുത്തു. ആ നിലയ്ക്ക് തന്നെയാണ് പോവേണ്ടത്. ആ നിലയ്ക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടക്കും. നിങ്ങളുടെ ഈ സ്വീകരണം ഉണ്ടല്ലോ, ഇത് തുടങ്ങിയത് മുതൽ ഏത് കേന്ദ്രത്തിൽ ചെന്നാലും ഇതുപോലെ ജനസാന്ദ്രമാണ്. ഇതാരുണ്ടാക്കിയതാ? അത് നമ്മുടെ വഴി ശുദ്ധമായതുകൊണ്ട് ആൾക്കാർ ഒതുങ്ങിക്കൂടുന്നതാണ്. മനുഷ്യന്മാരുടെ മനസ്സിലൊക്കെ നല്ലതിന്റെ അംശം എപ്പോഴും ഉണ്ടാവും. അത് തീക്കണൽ പോലെ വെണ്ണീര് കൊണ്ട് പൊതിഞ്ഞാൽ ചില സംഗതികളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ആ വെണ്ണീര് നീക്കി ആ കണൽ പ്രകാശിക്കും എന്നതുപോലെയുള്ള സംഭവമാണ് നമ്മൾ മനസ്സിലാവുന്നത്. തങ്ങളുടെ ഈ യാത്രയും തങ്ങളുടെ സന്ദേശവും ഒക്കെ ജനങ്ങൾക്ക് വെളിച്ചം നൽകുന്നതാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ വിജയിക്കുന്നതൊക്കെ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്, നമ്മൾ ഫെബ്രുവരി 4 മുതൽ 8 വരെ നിൽക്കുന്ന സമ്മേളനം, അതിന് ക്ഷണിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഈ യാത്ര വെച്ചിരിക്കുന്നത്. അല്ലാതെ ആൾക്കൂട്ടം കാണിച്ച് അഹങ്കരിക്കാനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ ആ സംഗതി നിർവഹിക്കും. എല്ലാവരും ഈ സമസ്തയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട്, സമസ്തക്ക് വേറെ ദുന്യവ്യായ ലക്ഷ്യമൊന്നുമില്ല, ഉഹ്റവിയായ ലക്ഷ്യം, എല്ലാവരും നാളെ പരലോക മോക്ഷം പ്രാപിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സമസ്ത ആളുകളെ ക്ഷണിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന അതാണ്. ചൊവ്വായ വഴിയിൽ ഞങ്ങളെ ചേർക്കണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് സമസ്ത നടത്തുന്നത്. എല്ലാവരും ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ, നമ്മളെ ആക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ.
സമ്മേളനം അല്ലാഹു തആല വിജയിപ്പിച്ചു തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതോടുകൂടി ഒരു കാര്യം, നാളെ വൈകുന്നേരം നമ്മളെ കോഴിക്കോടാണ്, എല്ലാവരും ക്ഷണിക്കുകയാണ്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഉത്ഭവ കേന്ദ്രവും കൂടിയാണ്. മഹാന്മാരായ ശംസുൽ ഉലമ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങിയവരൊക്കെ ഉണ്ടാക്കിയത് അവരാണ്. അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന വരക്കൽ മക്കാമ് ഇതൊക്കെ അവിടെയാണ്. എല്ലാവരെയും സഹോദരത്തോടുകൂടി ക്ഷണിക്കുകയാണ്. എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട